ഫൈസലിനെ നമുക്കത് വായിച്ചു തരും കേട്ടോ. ഒന്ന് വായിച്ചാൽ ഉറക്കനെ വായിച്ചോ. ഇന്ന് ഞാൻ എൻ്റെ കാക്കാൻ്റെ കൂടെ മിഠായികൾ വാങ്ങിയ പൈസകൾ ഇസ്രായേലിൻ്റെ കയ്യിൽ എത്തും. ബോംബ് വാങ്ങി ലേസ്, ഓറിയോ ബിസ്ക്കറ്റ്, കിക്കറ്റ്. അപ്പോൾ ചങ്ങന്മാരെ, ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചെമ്മാടിനടുത്ത് പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിന്നിവിടെ ഒരു കൊച്ചു മോനെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഒരു 1ാം ക്ലാസ്സുകാരൻ 6 വയസ്സുള്ളൊരു ചെറിയൊരു മോനെ കാണാൻ വേണ്ടി വന്നതാണ്. നമുക്കറിയാം, ഇസ്രായേല് ഫലസ്തീന് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരത നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലും ന്യൂസുകളിലും എല്ലാം നമ്മൾ കണ്ടതാണ്. കൊച്ചു കുട്ടികളെ വരെ വെറുതെ വിടാത്ത ക്രൂരതയാണ് ഫലസ്തീനെതിരെ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ മൂന്നിയൂർ പഞ്ചായത്ത് മഹല്ല് കോർഡിനേഷൻ നടത്തിയ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടല്ല, പക്ഷെ അന്ന് അവരെല്ലാവരും ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് പള്ളികളിലേക്ക് ചെറിയൊരു ഉത്ബോധനം നടത്തിയിരുന്നു. കാരണം എല്ലാവർക്കും മനസ്സ് മട്ടിക്കുന്ന ന്യൂസുകളാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏത് മീഡിയയിലാണെങ്കിലും ശരി, ഡെയിലി നമുക്ക് സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ, അല്ലെങ്കിൽ ഈ ഒരു ഇസ്രായേലിന്റെ പ്രവൃത്തികൾക്കെതിരെ ഒരു കൊച്ചുമോൻ, ഒരു 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു 1ാം ക്ലാസ്സുകാരൻ ഡയറി ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും അവന്റെ വിശേഷങ്ങളും അവന്റെ കുടുംബങ്ങളുടെ വിശേഷങ്ങളും എന്താണ് ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ ചോദിച്ചറിയാം. നേരെ ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ട് അവനെ കാണാം. അപ്പോൾ മക്കളെ, നമുക്ക് എന്തായാലും ആ വീട്ടിലേക്ക് തന്നെ കയറിച്ചല്ല. അസ്സലാമു അലൈക്കും. അവർ ഇവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ, നമ്മളെ കാത്ത് നിൽക്കുകയാണ്. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? ഇതാ ഇവനാണ് ആള്. ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ പറയാം, ഇവനാണ് നമ്മളെ ആള്. എന്തിന്റെ പേര്? ഫായിസ്, മുഹമ്മദ് ഫായിസ് അല്ലേ? എൻ്റെ ന്യൂസ് ഇപ്പോൾ എല്ലായിടത്തും പത്രങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് വാട്സപ്പിലൊക്കെ ഈ ഒരു സംഭവം ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്താണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത്? പള്ളിക്ക് കേട്ടപ്പോ ഞാന് അത് ഡയറി ബുക്കിലുണ്ട് എഴുതി. അത്രേ ഉള്ളൂ. പള്ളിക്കന്ന് ഇതിന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്നപ്പോൾ എല്ലാ ദിവസവും ഡയറി എഴുതുമോ? എല്ലാ ദിവസവും എഴുതലുണ്ട്. അന്ന് ഈ സംഭവിച്ച ദിവസം ഈ ഡയറിയിൽ ഈ വിഷയമാണ് എഴുതിയത് അല്ലേ? ഇപ്പൊ മുട്ടായിയൊക്കെ കഴിക്കലുണ്ടോ? ഇല്ല. ലൈസൊന്നും കഴിക്കലില്ല? പറ്റ് ഒഴിവാക്കിയോ? ഇനി ഒരു തീരുമാനമായിട്ട് നമുക്ക് കഴിക്കാം അല്ലേ? ഈ ഒരു വാർത്ത കേൾക്കലുണ്ടോ? ഇസ്രായേൽ ഫലസ്തീനിൽ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഫൈസിന് അറിയോ? വാർത്തയൊക്കെ കാണലുണ്ടോ? ചെറിയ കുട്ടികളൊക്കെ കൊന്നുകൊടുക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിരുന്നോ? അപ്പോൾ അതിൽ സങ്കടം മതിയോ ഫൈസിന്? ഉണ്ടായിരുന്നു അല്ലേ? ഫൈസ് എഴുതിയിട്ടുള്ള സംഭവം ഇതാ. ഫൈസ് തന്നെ നമുക്കത് വായിച്ചു തരും കേട്ടോ. ഒന്ന് വായിച്ചാൽ ഉറക്കനെ വായിച്ചോ. ഇന്ന് ഞാൻ എൻ്റെ കാക്കാൻ്റെ കൂടെ പള്ളിയിൽ പോയി നിസ്കരിച്ചു. ഉസ്താദ് പറഞ്ഞു, മിഠായികൾ വാങ്ങിയ പൈസകൾ ഇസ്രായേലിൻ്റെ കയ്യിൽ എത്തും. ബോംബ് വാങ്ങി ഫലസ്തീനിലെ കുട്ടികളെ കൊല്ലുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ഇറക്കുന്ന ലേസ്, ഓറിയോ ബിസ്ക്കറ്റ്, കിക്കറ്റ് തുടങ്ങിയവ വാങ്ങരുത്. അതാണ് അന്ന് ഫായിസ് വെള്ളിയാഴ്ച എഴുതി വെച്ചത് അല്ലേ? ഡെയിലി ഡയറി എഴുതുമ്പോൾ അന്ന് ഒരു വ്യത്യസ്ത അനുഭവമായിട്ട് കിട്ടിയത് സ്വന്തമായിട്ട് എഴുതി. അത് വീട്ടിൽ നിന്ന് ആരും പറഞ്ഞൊന്നുമില്ലല്ലോ? അതൊന്നുമില്ല, സ്വന്തമായിട്ട് എഴുതി തന്നെയാണ്. ഇനിയിപ്പോൾ ഇനി ഓറിയോ ബിസ്ക്കറ്റ് ഇതിനൊരു തീരുമാനമാകുന്നവരെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റും കഴിക്കരുത്, ഒന്നും ചെയ്യരുത്. അങ്ങനെ നമ്മളെ പൈസ ഉണ്ടോ എന്ത് ചെയ്യണ്ട, ബോംബ് വാങ്ങണ്ട. അങ്ങനെയല്ലേ നമ്മോട് വേണ്ടേ? ആയിക്കോട്ടെ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 1 അല്ലേ? പാട്ടൊക്കെ പാടൂലേ? ഇതാരാ? ഈ കാക്കുനായിട്ടാണ് പള്ളിയിൽ പോയത്? അത് ശരി, അത് ശരി. അപ്പം എന്തായാലും ചങ്ങന്മാരെ, ഇതൊക്കെയാണ് ഫായിസിന്റെ വിശേഷങ്ങൾ. ഇതാണ് അവൻ അന്ന് പിന്നെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു കുറിപ്പ്. ഇതാണ് അത് കണ്ടോട്ടോ. ഇന്ന് ഞാൻ എൻ്റെ കാക്കുവിൻ്റെ കൂടെ പള്ളിയിൽ പോയപ്പോൾ നമ്മൾ വായിച്ച് കേട്ടില്ലേ? അത് തന്നെയാണ് സംഭവം. അപ്പോൾ എന്തായാലും ഈ ഒരു പിന്നെ വിഷയത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്നുള്ളത് പിന്നെ പുള്ളിയുടെ വാപ്പാനോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഇതാണ് പിന്നെ ഫായിസിന്റെ വാപ്പ. നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് അബ്ദുൽ നാസർ ഉദവിയാണ് അല്ലേ? എങ്ങനെയാണ് ഈ ഒരു സംഭവം ഇവിടെ പിന്നെ മോൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ആശയം വരാണ്ടായ കാരണം ഇപ്പം എങ്ങനെയായിരുന്നു? മോൻ്റെ മനസ്സിലെ ആശയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു പ്രഭാഷണം കേട്ടതാണ്. അതിൻ്റെ പ്രഭാഷണത്തിന് എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നിയൂർ പഞ്ചായത്ത് മഹല്ല് കോർഡിനേഷൻ്റെ ഒരു സമര ആഹ്വാനം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാ പള്ളിയിലും നമ്മുടെ മഹല്ലിലെ പഞ്ചായത്തിലെ എല്ലാ ജുമാഅത്ത് പള്ളിയിലും നിസ്കാരത്തിന് ശേഷം ഈ ഒരു ആശയം പറയണമെന്ന് പഞ്ചായത്തിലെ എല്ലാ പള്ളിയിലും മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി അത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പള്ളിയിലും ഉസ്താദ് ഈ വിഷയം അവതരിപ്പിച്ചു. എല്ലാ സാധനങ്ങളും ബഹിഷ്കരിക്കുന്നതിന് ചില
പ്രധാന തെരഞ്ഞെടുത്ത കാര്യങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ആ രീതിയിൽ ഉസ്താദ് പറഞ്ഞപ്പോൾ പിന്നെ അത് അന്ന് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചു. അതുപോലെ സാധാരണ എല്ലാ ദിവസവും സ്കൂൾ പഠന ഭാഗത്തിന്റെ ഭാഗമായിട്ട് ഡയറി എഴുതാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഓനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എഴുതാറെന്ന് നമ്മോട് ചോദിക്കാറാണ്, ഞങ്ങളോട് ചോദിക്കാറാണ്. അന്ന് അവനതൊന്നും ചോദിക്കാതെ നേരെ വന്ന് അത് എഴുതി. ഈ ഒരു ആശയം മനസ്സിൽ വല്ലാതെ കൊണ്ടുകൊണ്ടായിരിക്കണം എഴുതി. അപ്പൊ അതില് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പൊ ഞാൻ ഇതിന്റെ നമ്മളെ ഗുണകാംക്ഷിയും മാലി കോർഡിനേഷന്റെ ചെയർമാനൊക്കെ നമ്മുടെ ലീഡറൊക്കെ ആയ നമ്മുടെ സയ്യിദ് സലീമത് അരീതങ്ങളാണ് ഇതിന്റെ ചെയർമാൻ. മൂപ്പർക്ക് ഞാൻ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി അയച്ചു കൊടുത്താണ്, എൻ്റെ ഫോണിൽ നിന്ന് വാട്സപ്പ് വഴി അയച്ചു കൊടുത്താണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി അത് കണ്ടപ്പോൾ. അപ്പോൾ അതിന്റെ ഞങ്ങൾ ഫേസ്ബുക്കിലിട്ടു. അങ്ങനെയാണത് പിന്നെ സുപ്രഭാതത്തിൽ ന്യൂസായിട്ട് വീഡിയോ ആയിട്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നു? വീഡിയോ ആയിട്ട് ചെയ്തതായിട്ട് അറിവില്ല. എന്തായാലും ആ ഒരു കുഞ്ഞു മനസ്സിലും പിന്നെ ഫലസ്തീനെതിരെ ഇസ്രായേൽ ചെയ്യുന്ന ആ ക്രൂരതകൾ ഇവരെങ്ങനെ പത്രം വായിക്കുന്ന TV ന്യൂസ് ഒക്കെ കാണുന്നുണ്ടോ? പത്രം വായിക്കാറുണ്ട്. ഏതായാലും ഈ നിങ്ങള് ചെയ്തത് വലിയൊരു നല്ലൊരു പ്രവർത്തനമായിട്ട് തീർച്ചയായിട്ടും. കാരണം ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഉടനീളം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നല്ല എല്ലാവരും ഇസ്രായേലിനെതിരെ, കാരണം അതൊരു ചെയ്യുന്ന അത്രത്തോളം നമ്മളെ കൊണ്ട് ചെയ്യാനാവുന്ന ഒരിക്കലും നമുക്ക് അവിടെ പോയിട്ട് പോലെ പിന്നെ എന്താ പറയാ ഫലസ്തീന്റെ ഭാഗമായിട്ട് ഓല അടിച്ചു വെക്കാന്ന് പറഞ്ഞ് നടക്കൂല. നമുക്ക് ചെയ്യാവുന്നത് ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ ചില്ലറ കേസല്ല. ഇപ്പൊ എന്താണ് സ്റ്റാർബക്ക് എന്ന് പറഞ്ഞ കോഫിയുടെ മില്യൺ കണക്കിനാണ് അവർക്ക് ലോസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു നാടിനെതിരെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെതിരെ തിരിയാന്നുള്ളതല്ല, പക്ഷെ മനുഷ്യത്വം തൊട്ട് തീണ്ടിട്ടില്ലാത്ത ആളുകളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് പൊതുവായിട്ട് നമ്മളെല്ലാവരും അതിന്റെ ഭാഗമായിട്ടാണ് മുമ്പ് പിന്നെ ഫായിസും അത് ചെയ്തിട്ടില്ല. എന്നിട്ട് ടീച്ചർമാരൊക്കെ എന്താ പറഞ്ഞേ? അതെന്ത് ഉഷാറായി പറഞ്ഞോ? അടിപൊളി അല്ലേ? അപ്പൊ എന്തായാലും ഇതേപോലത്തെ ന്യൂസുകളൊക്കെ കാണുക, എല്ലാ വാർത്തകളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ കാണുക. ഭാവിയിൽ നിന്നെ പോലത്തെ ആളുകളാണ് ഞങ്ങളെയൊക്കെ എന്താക്കേണ്ടത്, ഭരിക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും കേട്ടോ. നിങ്ങൾ ജോലി എന്താ, പരിപാടി എന്താ? ഞാൻ ഇവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ GMUP സ്കൂൾ പാറക്കടവിലും അധ്യാപകനാണല്ലേ? ഓക്കെ. രണ്ട് മദ്രസയിലും സ്കൂളിലും അധ്യാപകനാണ്. ഓക്കെ. അപ്പോൾ ഫായിസേ, നമ്മൾ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ. എൻ്റെ ഒരു ബഹിഷ്കരണം കാരണം ഞങ്ങളൊക്കെ എത്രയും ലോകം ഇവിടെ എത്തിയല്ലോ. അപ്പോൾ എന്തായാലും നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക. ഭാവിയിൽ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് പഠിച്ച് വാപ്പാക്കൊക്കെ നല്ല ഉപകാരം ചെയ്യുന്ന മക്കളാവുക. രണ്ടാളും. എൻ്റെ പേരെന്തായിരുന്നു? മുഹമ്മദ് റസീൻ. എത്രയിലാണ് പഠിക്കണേ? 6ാം ക്ലാസ്സിൽ. ഇവിടെ തന്നെ മുനീർ സ്കൂളിൽ തന്നെ അല്ലേ? ഫായിസ് പാട്ട് പാടുമോ? രണ്ടുപേരും എനിക്ക് പാടിത്തരുമോ? ഒന്ന് പാടിക്കും ഷോറായിട്ട്. ആമീന ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു പതിച്ചയോനെ സ്തുതിച്ചു മനമൊഴിൽ സുറന്നേ മുത്തിൻ വജാപ തളർത്തിരുന്നേ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ വാഴ്ത്തി മിണ്ടാനെ ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ഉഷാറായിട്ട് പഠിക്കട്ടെ. അപ്പൊ ഉസ്താദേ, തൽക്കാലം മോൻ്റെ ഈ ഒരു നല്ല പ്രവൃത്തിയിൽ ഞങ്ങളും കൂടി പങ്കുചേരുകയാണ്. നല്ല ഒരുപാട് നന്ദി. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് ചെറിയ കുട്ടികൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളെ വലിയ ആളുകളൊക്കെ കണ്ണു തുറക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും പൈസേ, അപ്പോൾ നമ്മൾ വീഡിയോ നിർത്താണ്. എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തോ. അപ്പോൾ ഉസ്താദ് ഓക്കെ. അപ്പോൾ ചങ്ങന്മാരെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്താണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.